ഹരേ കൃഷ്ണ. ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ പരിക്രമയിൽ മൂന്നാമത്തെ സ്ഥലമാണ് നമ്മൾ പോയത്, നരസിംഹപ്പള്ളി. പള്ളി എന്ന് പറയുമ്പോൾ ഭഗവാൻ റെസ്റ്റ് ചെയ്ത സ്ഥലത്തിനെയാണ് പള്ളി എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിലാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ ഒരു നദിയുണ്ട്. ആ നദിയിൽ, മന്ദാകിനി എന്ന് പറയുന്ന നദിയിൽ കൈ കഴുകിയിട്ട് അവിടെ ഭഗവാൻ റെസ്റ്റ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നരസിംഹപ്പള്ളി എന്ന് പറയുന്ന വളരെ പഴയ ഒരു അമ്പലം അതിനകത്തുണ്ട്, കാണാൻ സാധിക്കും നമുക്ക്. അതുകൂടാതെ അവിടെ ദേവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ദേവപ്പള്ളിയിൽ ദേവന്മാരെല്ലാം നരസിംഹ ഭഗവാൻ വന്നതുകൊണ്ട് അവിടെ അദ്ദേഹത്തിനെ ആരാധിക്കുന്നു അവർ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ദേവപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം. പിന്നെ മന്ദാകിനി നദി. ഈ മന്ദാകിനി നദി എന്ന് പറയുമ്പോൾ ഗംഗയാണ് മന്ദാകിനി നദി എന്ന് പറയുക. അത് ഗംഗ ബ്രഹ്മലോകത്തിൽ ഓടുമ്പോൾ അതിനെ മന്ദാകിനി എന്നും, ഭൂലോകത്തിൽ ഓടുമ്പോൾ അതിനെ ഭഗീരഥി എന്നും, പാതാള ലോകത്തിൽ അതിനെ ഭോഗവതി എന്നും അറിയപ്പെടുന്നു. അപ്പം ഈ മന്ദാകിനി നദിയിലാണ് ഭഗവാൻ കൈ കഴുകിയതുകൊണ്ട് ഈ നദിയിൽ തീർത്ഥമായിട്ട് ഭക്തന്മാരെല്ലാം അവിടെ കുളിക്കുകയും അവരെല്ലാം അവിടെ ഹരിനാമം ജപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് 3 സ്ഥലത്തിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം പരിക്രം കംപ്ലീറ്റ് ചെയ്തു. വൈകുന്നേരം ആകുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഒരു അവിടെ ഒരു സ്ഥലത്തിൽ ടെൻ്റ് അടിച്ചിട്ട് ആ ടെൻറ്റിലാണ് ഞങ്ങളെല്ലാം താമസിക്കുന്നത്. ജയ് ഹരേ കൃഷ്ണ. Thank you.